നാളല്ലോ വൃശ്ചിക 1-ാം തീയതി. നമ്മളെല്ലാവരും മാടല്ലേ? നമ്മുടെ ടീംസൊക്കെ പോകണം. അനുകൂട്ടുണ്ടോ? അനുല്ലേ? ഞാനല്ലേ ചേട്ടാ ഈ സാമ്പത്തികം സാമ്പത്തികം എല്ലാവരും പോണല്ലോ. അല്ല എനിക്ക് മോളെയും കൂടി ഒന്ന് കൊണ്ടുപോകണം. കുഴപ്പമില്ലടാ, സെറ്റാക്കാം. വൈകിസ്വാമില്ലേ? ഈ മോളെയും കൂടി നാളെ രാവിലെ വാ. ഞങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടാവും. ചേട്ടാ നല്ല പ്രശ്നം കേട്ടോ, ഭയങ്കര കാലിന് വേദന. കുഴപ്പമില്ല, ഡോക്ടറെ കാണിച്ച് സെറ്റായിക്കള്. 10-12 ദിവസത്തോളം പോവാൻ നോക്കണം. കുറച്ചായി ഇരുന്നിട്ട് പോയാലോ? ആൾക്കാരുടെ ഒരു റെസ്റ്റ്. ഞാൻ സ്കൂളുണ്ടല്ലോ. ആണോ? എന്നാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. നാളെ പോവാം. ഓ കാണിച്ചാൽ എന്തേ നേരം വൈകിയ? മാലട നല്ല തിരക്കേ. വൈജേട്ടനൊക്കെ ഉണ്ടായിരുന്നോ? ഓ വൈജേട്ടനും അതൊക്കെ ഉണ്ടായിരുന്നു. മുട്ടിന് ഭയങ്കര വേദന. 10-12 ദിവസമല്ലേ ഉള്ളൂ പോവാൻ. ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നില്ലേ? പോണം. നടത്തുമ്പോൾ ഒരു സന്തോഷം ആലോചിച്ചിട്ടാ. മോളെ വിളിക്കും, പോയിക്കേ. അല്ല ബേട്ടാ, മൂക്ക് മടക്കി പോകാൻ പറ്റും തോന്നില്ല. അല്ല ബൈ സ്വാമി, ഇപ്പൊ പോവാഞ്ഞ് 10-12 ദിവസമുള്ളൂ. വണ്ടി എന്താ പാട് സ്വാമി? വണ്ടി റെഡി ചെയ്യണ്ട. അനീഫേൻ്റെ വണ്ടി ഞാൻ സെറ്റാക്കിന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. അനുവിനൊന്ന് കാണണം. വൈസാമി ചെറിയൊരു പ്രശ്നമുണ്ട്. മോക്ക് ഇതിൻ്റെ കൂടെ മലക്കി വരാൻ പറ്റില്ല. മോള് വലിയ കുട്ടി. അനുവേ, അതിനൊരു മാർഗമുണ്ട്. ഇരിക്കില്ലേ? വീട്ടിൽ പോട്ടെ. പോയിക്കോ, മാർഗം നമുക്ക് കണ്ടെത്താം. അല്ല സ്വാമി, നിങ്ങളിപ്പോൾ ആ സ്വാമിയുടെ എന്താണ് പറഞ്ഞത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിനെ എങ്ങനെ മലച്ചുകൊണ്ടുപോകാൻ കഴിയുക? ഞാൻ ചോദിക്കണം, എങ്ങനെ കഴിയുക സ്വാമി? മലയ്ക്ക് കൊണ്ടുപോകണ കാര്യമില്ല കുട്ടികളെ, അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാളെ നെയ്ത്തേങ്ങ നിറപ്പിച്ചിട്ട് നമുക്ക് കൊണ്ടുപോവാം. ഒരു 8 ദിവസം 10 ദിവസം പോകാൻ കേപ്പില്ലേ? പിന്നെ എന്താ കുഴപ്പം? ഈ നെയ്ത്തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ത്തേങ്ങ നിറച്ച് കൊണ്ടുപോകലാണ് ഒരു മനുഷ്യൻ പോണതിന് തുല്യാണ്. അതാണ് അതിന്റെ മാർഗം. ഓക്കെ സ്വാമി.